സ്വാഗതം. പുരാതനവും നവീനവുമായ വിഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഗരം മസാലയിലോട്ട്. റമളാൻ നോമ്പ് അവസാനത്തിലോട്ട് അടുക്കുകയാണ്. ഇനി പെരുന്നാളിനുള്ള ഒരുക്കങ്ങളായി പലരും മുൻപ് തന്നെ ഒരുങ്ങിയിട്ടുണ്ടാകും. ഇവിടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചില ഈദുൽ ഫിത്തർ ഒരുക്കങ്ങളെ പറ്റിയാണ്. പലരും മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ എന്റെ ഐഡിയാസ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. കുറച്ച് ഈദ് പ്രീ പ്ലാനിംഗ് ടിപ്സ്, അതുപോലെ തന്നെ ഈദ് ഷോപ്പിംഗ്, ഇവയാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് ആദ്യം ഈദ് പ്രീ പ്ലാനിംഗ് ടിപ്സ് നോക്കാം. പെരുന്നാളിനെ വരവേൽക്കാനുള്ള പ്രീ പ്ലാനിങ്സ് തന്നെയാണ് ആദ്യത്തെ ടിപ്പ്. നമ്മുടെ ഐഡിയാസ് എല്ലാം പ്ലാൻ ചെയ്തു വെക്കണം. അതായത് ഷോപ്പിംഗ്, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ പിക്നിക്, ഇവയെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെക്കണം. വീട്ടിലെ കുട്ടികളടക്കമുള്ള എല്ലാ മെമ്പേഴ്സിനെയും പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തണം. ഓരോരുത്തർക്കും ഡിഫറെന്റ് ഐഡിയാസ് ആയിരിക്കും. അടുത്തതായുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പർച്ചേസ് തന്നെയാണ്. ഇതിൽ ഡ്രസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, ഇവയെല്ലാം ഈ പർച്ചേസിൽ ഉൾപ്പെടും. ഇതിന് പുതിയ ഡ്രസ്സ് വേണമെന്നില്ല. എന്നാൽ ഏറ്റവും നല്ലതും വൃത്തിയുള്ളതുമായ ഡ്രസ്സാണ് ഇതിന് പള്ളിയിൽ പോകുമ്പോൾ ധരിക്കേണ്ടത്. പുതിയ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും നല്ല ഡ്രസ്സ് കഴുകി അയൺ ചെയ്ത് വെക്കണം. അങ്ങനെയെങ്കിൽ രാവിലെ പള്ളിയിൽ പോകുന്ന സമയത്തുള്ള തിരക്കുകൾ ഒഴിവാക്കാം. അടുത്തതായി ഗിഫ്റ്റ് ആണ്. കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഗിഫ്റ്റ് കൈമാറുന്നത് നല്ലതാണ്. ഗിഫ്റ്റ് കൈമാറുന്നത് കൊണ്ട് തന്നെ ബന്ധങ്ങൾ കൂടുതൽ അടുക്കും. അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക് നല്ലൊരു ഊഷ്മളതയും ഉണ്ടാകും. ഗിഫ്റ്റ് കൈമാറുക എന്നതിന്റെ കൺസെപ്റ്റ് തന്നെ അതാണ്. നമ്മൾ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചും യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ ഗിഫ്റ്റ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുന്നാൾ ആഘോഷങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ അയൽക്കാരെയും കൂട്ടുകാരെയും എല്ലാം അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ നമുക്ക് പിക്നിക്കുകൾ പ്ലാൻ ചെയ്യാം. 2-3 ദിവസത്തെ പിക്നിക് അല്ല ഉദ്ദേശിച്ചത്. ചെറിയ രീതിയിൽ ഒരു നൈറ്റ് പാർട്ടി, പെരുന്നാൾ ദിവസത്തിലെ ലഞ്ച് എല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈവനിങ്ങിൽ പിക്നിക്കിന് ഇറങ്ങാം. ഫാമിലി മെമ്പേഴ്സും കുട്ടികളും എല്ലാം കൂടി പാർക്കിലൊന്ന് പോകാം. നൈറ്റിൽ ഫ്രണ്ട്സ് എല്ലാം കൂടി BBQ പാർട്ടി ആകാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പിക്നിക് ഐഡിയാസും ഉണ്ട്. ഈദുൽ ഫിത്തറിനെ വരവേൽക്കാൻ വേണ്ടി നമുക്ക് വീടെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാനുള്ള പല ഐറ്റംസും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഈദുൽ ഫിത്തറിന്റെ ഏറ്റവും പ്രധാനം ഫിത്തർ സക്കാത്താണ്. നമസ്കാരത്തിന് പോകുന്നതിന് മുൻപ് തന്നെ ഫിത്തർ സക്കാത്ത് വിതരണം ചെയ്യേണ്ടതാണ്. ഈദിന്റെ ദിവസത്തിൽ നമ്മൾ നേരത്തെ എണീക്കണം. ബ്രഷിങ്ങും കുളിയും എല്ലാം നേരത്തെ കഴിക്കണം. അതിനുശേഷം ഫജർ നമസ്കാരം. പുരുഷന്മാർ പള്ളിയിലാണ് നമസ്കരിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഡ്രസ്സോ അല്ലെങ്കിൽ ഏറ്റവും നല്ല വൃത്തിയുള്ള ഡ്രസ്സോ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്നതിന് മുൻപായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഈദുൽ ഫിത്തറിന്റെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈന്തപ്പഴം തന്നെയാണ്. മാസം കണ്ടതു മുതലും പള്ളിയിലും എല്ലാം നമ്മൾ തക്ബീർ മുഴക്കും. അതിനുശേഷം ഈദ് നമസ്കാരമാണ്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഓരോരുത്തരും പരസ്പരം ഈദ് ആശംസകൾ കൈമാറും. അതുപോലെ തന്നെ ഗിഫ്റ്റും സ്വീറ്റ്സും എല്ലാം ഈ അവസരത്തിലാണ് കൈമാറുന്നത്. ഇതിന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് ഇപ്പോൾ മെഹന്തി. ഇത് സുന്നത്ത് കൂടെയാണ്. ഇനി ഇതിന്റെ കുക്കിംഗ് സൈഡ് കൂടെ നോക്കാം. കുക്കിങ്ങിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ക്രഷ് ചെയ്യുകയോ പേസ്റ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യേണ്ടതെല്ലാം നേരത്തെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് എളുപ്പമാക്കാം. ഇനി സ്വീറ്റ്സ്, അതുപോലെ സാലഡ്, ഡെസേർട്സ്, ഇവയെല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാം. പെരുന്നാളിന്റെ തലേന്ന് രാത്രി തന്നെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെരുന്നാളിന്റെ ദിവസം ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാം. അടുക്കളയെ പറ്റിയോ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റിയോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈദ് കുക്കിങ്ങിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന പല വിഭവങ്ങളെ പറ്റിയുള്ള ഐഡിയ തരുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈദ് കുക്കിംഗ് ഐഡിയാസ് എന്ന പേരിൽ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും സ്നാക്സും സ്വീറ്റ്സും എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. വളരെയധികം ഉപകാരപ്രദമായിരിക്കും ആ വീഡിയോ. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമുക്ക് ചില ഈദ് ഷോപ്പിംഗ് ടിപ്സ് നോക്കാം. ഷോപ്പിങ്ങിന് മുൻപ് തന്നെ നമുക്ക് വേണ്ട ഐറ്റംസിന്റെ ലിസ്റ്റ് റെഡിയാക്കി വെക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ എക്സ്പെൻസും കുറയ്ക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് നമുക്ക് പോരാം. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഐറ്റംസ് മുഴുവൻ എടുക്കും. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ലിസ്റ്റ് എല്ലാം റെഡിയാക്കി ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ എക്സ്പെൻസ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷോപ്പിംഗ് നേരത്തെ ചെയ്തു വെക്കാനും ശ്രദ്ധിക്കണം. ഇത് കുക്കിങ്ങിനുള്ള ഷോപ്പിംഗ് നേരത്തെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കാം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ പ്രൊമോഷൻ ഐറ്റംസ് നോക്കി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കും.
നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് പ്രൊമോഷനിലുണ്ടെങ്കിൽ അത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് ഐറ്റംസ് നമ്മൾ പ്രൊമോഷൻ ലിസ്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസ് കൂടുകയേ ചെയ്യുള്ളൂ. ഞാൻ പുറത്തു പോകുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഡ്രസ്സ് അബായയും ഗൗണുമാണ്. എൻ്റെ ഗൗൺസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യാറ് മുസഫ ഷാബയിലെ ഹഷീൽ ഡ്രീംസ് ഇവയിൽ നിന്നാണ്. ചീപ്പ് റേറ്റിൽ കിട്ടും. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ലൂസായി കംഫർട്ടബിൾ ആയിട്ടുള്ള ഗൗണും ഇവിടുന്ന് കിട്ടാറുള്ളൂ. ഞാൻ ഗൗണിന്റെ കൂടെ തന്നെ ഷ്രഗും യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം ഷ്രഗിന്റെ സെലക്ഷനും ഉണ്ട് ഇവിടെ. അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ എക്സ്പെൻസ്, അതായത് അത് ചീപ്പാണോ കോസ്റ്റ്ലി ആണോ എന്നതിലല്ല കാര്യം. നമ്മൾ ആ ആഘോഷത്തിൽ കൊടുക്കുന്ന ഗിഫ്റ്റ്, അതിനാണ് ഇമ്പോർട്ടൻസ്. ഓരോരുത്തർക്കും ആവശ്യമുള്ള രീതിയിലുള്ള ഗിഫ്റ്റുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചീപ്പ് റേറ്റിൽ ചെറിയ ബാഗുകളും കിട്ടും. ഫാൻസി റിങ്സിനോട് എനിക്കൊരു ക്രേസ് തന്നെയാണ്. ചപ്പൽസ് എല്ലാം ഞാൻ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്ന് കാണുകയും ചെയ്യാറുള്ളൂ, പർച്ചേസ് ചെയ്യാറില്ല. കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഹീൽസ് ഒന്നും ഉപയോഗിക്കാറില്ല. സാധാരണ സ്പോർട്സ് ഷൂ ആണ് ഉപയോഗിക്കാറ്. ഈ സമയത്ത് കിച്ചണിലോട്ട് അത്യാവശ്യം വേണ്ട വെസൽസും പർച്ചേസ് ചെയ്യാം. ഇനി നമുക്ക് ഫുഡ് ഐറ്റംസ് നോക്കാം. കുക്കിങ്ങിന് വേണ്ട ഫ്രോസൺ ഐറ്റംസ്, കുക്കിംഗ് ക്രീം, ബട്ടർ, ചീസ്, പാൽ, കറി ലീവ്സ്, തക്കാളി, റൈസ്. ഞാൻ ജീരകശാല റൈസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത്യാവശ്യം 1-2 ബേക്കറി ഐറ്റംസ് എടുക്കാം. യോഗട്ട്, വെജിറ്റബിൾസ് ആയി ക്യാരറ്റ്, കുക്കുംബർ, പുതിന ഇല, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പുഡിംഗ്, സാലഡ്സ്, ഇവയിലോട്ടെല്ലാം വേണ്ട ഫ്രൂട്ട്സ്. അതുപോലെ നോൺ വെജിറ്റേറിയൻസ് ഐറ്റമായ ഫ്രഷ് മീറ്റ്, ഫ്രഷ് ചിക്കൻ, ഇവയെല്ലാം ലിസ്റ്റിനനുസരിച്ച് പർച്ചേസ് ചെയ്യണം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ഐറ്റം കൂടെ പർച്ചേസ് ചെയ്യാം. അടുത്ത ഷോപ്പിംഗ് ബവാദി അൽഷാർക്ക് മാളിലാണ്. ഈ ഇതിന് ഞാൻ അബായ ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല. ഫാൻസി ഐറ്റംസിന്റെ എല്ലാം നല്ലൊരു കളക്ഷൻ ഉണ്ട് സെൻട്രൽ പോയിന്റിൽ. റിങ്സ് പോലെ തന്നെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണ് ലോങ് ചെയിൻസും. ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് എൻ്റെ കയ്യിൽ. മേക്കപ്പ് ഐറ്റംസ്, സ്മോൾ ഹാൻഡ് ബാഗ്സ്, ഇവിടെയെല്ലാം നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് സെൻട്രൽ പോയിന്റിൽ. ഇതാണ് എൻ്റെ ഈദ് ഷോപ്പിംഗ്. ഈ വീഡിയോ നമുക്ക് മധുരം കഴിച്ചു തന്നെ അവസാനിപ്പിക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രിയാണിത്. ഈദ് ഷോപ്പിംഗിന്റെ അവസാനം ഈ ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി കൊണ്ട് തന്നെ ആവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈദ് മുബാറക് ടു ആൾ.